മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആദരണീയനായ തങ്ങളവരുടെ നിർദ്ദേശമനുസരിച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളൊരു ടീമുണ്ടാക്കിയത്. ആ ടീം ചിട്ടയായി വ്യവസ്ഥാപിതമായി ഓരോ പഞ്ചായത്തിലേക്കും ബൂത്തുകളിലേക്കും കൃത്യമായി നേതാക്കളെ നിയോഗിച്ചുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനമാണ് നടത്തിയത്. എല്ലാ MLA മാരും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും അടക്കമുള്ള എല്ലാ നേതാക്കളും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിലമ്പൂരിന് 5-6 മാസത്തിനൊരു MLA ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല എന്ന് വ്യക്തമായ ബോധം ഞങ്ങൾക്കുണ്ട്. 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സലാണ്, ആദ്യപടിയാണ്. അവിടെ വിജയിക്കൽ നിർബന്ധമാണ്. ജനഹിതം തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനോട് വിരോധമുള്ള, ഈ ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിൽ ദുസ്സഹമായ ജീവിതം നയിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ വോട്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞങ്ങൾ ചെയ്തത്. കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ റിസൾട്ട്. ഇത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതുമാണ്. PV അൻവർ വലിയ തരത്തിൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം കൂടി UDF-നൊപ്പം ചേർന്നിരുന്നെങ്കിൽ ഒന്നും കൂടി കൂടുതൽ ഒരു ശക്തിയായി ആഞ്ഞടിക്കാൻ കഴിയുമായിരുന്നില്ലേ? അല്ല, സർക്കാരിനെതിരെയുള്ള ജനവികാരം കണക്കാക്കാൻ UDF-ന് കിട്ടിയ വോട്ടും അൻവറിന് കിട്ടിയ വോട്ടും കൂട്ടണം. അത് മുഴുവൻ സർക്കാരിനെതിരെയുള്ള, പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണ്. അത് ഒന്നും കൂടി ഒരുമിച്ച് കൂട്ടാമായിരുന്നില്ല അദ്ദേഹം കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ? അല്ല, ജനവിരുദ്ധ വോട്ടുകൾ വേറെയുണ്ടല്ലോ. അത് ഭിന്നിപ്പിക്കാൻ ഉള്ള ശ്രമം ഏത് ഭാഗത്തു നിന്നായാലും അത് ശരിയല്ല. എല്ലാവരെയും ഈ സർക്കാരിനെതിരെ നീങ്ങാൻ കഴിയുന്ന UDF-ൻ്റെ മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുള്ള ആളുകളുമായി സഹകരിച്ച് പോകലാണ് ഭാവിയിൽ നല്ലത് എന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. ഈ അൻവറുമായി ബന്ധപ്പെട്ട തന്നെ കോൺഗ്രസ് ഒന്നും കൂടി നല്ലൊരു സമീപനം സ്വീകരിക്കണമെന്നല്ല ലീഗ് ആഗ്രഹിക്കുന്നത്? അല്ല, അൻവറിൻ്റെ വിഷയം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം, മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിക്കണം, എന്നിട്ട് UDF-ൽ ചർച്ച ചെയ്യണം. അങ്ങനെയാണ് UDF-ൽ ഒരു ഘടകകക്ഷിയെയോ ഒരു സഹചാരിയെയോ നിർണ്ണയിക്കുക. അതിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല. പോകുന്ന സമയത്ത് തീരുമാനമെടുക്കും. അത്തരമൊരു ഘട്ടത്തിലേക്ക് ചർച്ച വന്നു കഴിഞ്ഞാൽ UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പച്ചക്കൊടി കാണിക്കല്ലേ ചെയ്യുക? അങ്ങനെയായിരിക്കും? അല്ല, ചർച്ച വരുമ്പോഴല്ലേ നമ്മൾ കൊടി കാണിക്കേണ്ട ആവശ്യമുള്ളൂ. എപ്പോഴാണോ ചർച്ച വരുന്നത് അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറയും. UDF-ൻ്റെ അടിത്തറ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നുള്ള ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ടോ? എന്തോ സംശയം? UDF-ൻ്റെ അടിത്തറയും കെട്ടുറപ്പും വർദ്ധിപ്പിക്കണം, ഒരു സംശയമില്ല. അതെങ്ങനെ വേണം എന്നുള്ളത് UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. UDF-ന് ലഭിച്ചത് ഭരണവിരുദ്ധ വോട്ടുകളാണ്. മാത്രമല്ല UDF-ൻ്റെ അടിത്തറ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നുള്ളതാണ് PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷിക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.